ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പഴയകാല റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ രുചിക്കൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പുളി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിപ്പിക്കകത്ത് പുളിയും എരിവും മധുരവും ഒക്കെ ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പിക്ക്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പഴയകാല രുചിക്കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഈ ട്രഡീഷണൽ റെസിപ്പി ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള കോൽപ്പുളി എടുക്കുക. അത് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരം കുതിർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഈ പുളിവെള്ളം നന്നായിട്ടങ്ങ് പിഴിഞ്ഞെടുക്കണം. ഈ പുളിവെള്ളമാണ് നമ്മളുടെ ഈ ഒരു റെസിപ്പിയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. നമ്മൾ ആ വെള്ളത്തിലിട്ട പുളി ഒന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലകളെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്യണേ. അതിന് വേണ്ടി ഒരു 5-6 വറ്റൽമുളക് എടുക്കുക. അതൊന്ന് ഇതുപോലെ എണ്ണയൊന്നും ഒഴിക്കാതെ ഇതുപോലെ അങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളുടെ മുളകൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാനിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ആ മുളകൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ആ സെയിം പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലി, അതായത് മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മല്ലി ചേർത്തതിന് ശേഷം നമ്മളിനി അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. 3/4 ടേബിൾ സ്പൂണാണ് കുരുമുളക് ചേർത്തിട്ടുള്ളത് കേട്ടോ. കുരുമുളകിന് ശേഷം നമ്മളിനി അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഒരു ടീസ്പൂണാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. ടീസ്പൂൺ കണക്കിലാണ് കേട്ടോ. 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡും കൂടെ ചേർത്ത് ഇത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്ത ജീരകം ഉലുവയൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു മസാലയുടെ മൊത്തത്തിൽ അതിൻ്റെ ഒരു കളറ് ഒരു ചെറുതായിട്ട് റെഡിഷ് കളറിലേക്ക് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് തണുത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച വറ്റൽമുളക് ഉണ്ടല്ലോ, അതും ഇതും കൂടെ ചേർത്ത് ഒരുമിച്ചങ്ങ് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച എല്ലാ ഐറ്റംസും കൂടി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം, അതിന് ശേഷം അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളിവിടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അതായത് കായം വറുത്ത് പൊടിച്ചെടുത്ത പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന കോൽപ്പുളി ഉണ്ടല്ലോ, ആ പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഇതിലേക്ക് കുറേശ്ശെയായി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. മൊത്തത്തോടെ ആ വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അത് മിക്സിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളപ്പോൾ ആ പുളിവെള്ളം കുറേശ്ശെയായി ചേർത്ത് ഇവിടെ നന്നായിട്ട് ഇതങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടി മൺചട്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. കാരണം ഇത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് തയ്യാറാക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ മൺചട്ടിയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇനി നമ്മളതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ കുറച്ച് 2-3 വറ്റൽമുളകൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടി മൂത്ത് വരുന്ന സമയത്ത് നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അതായത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ചെറിയ ഉള്ളി എടുക്കണം. ഞാനിവിടെ ഒരു 20 എണ്ണം എടുത്ത് വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ കുറച്ച് അധികമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോഴിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് എണ്ണ അധികമായി തന്നെ ഇതിൽ ചേർത്തിട്ട് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഈ ഉള്ളിയുടെ ഒപ്പം തന്നെ കുറച്ച് വേപ്പില കൂടി ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്ത് വട്ടത്തിലരിഞ്ഞ് ഇതിനോടൊപ്പം ചേർത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് വെളുത്തുള്ളി ചേർക്കോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഉള്ളിയൊക്കെ ഒരു റെഡിഷ് കളറിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മസാലകളൊന്നും പൊടിക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് കണക്കാക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരയ്ക്കും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് 1-2 ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുറുകി വരുന്നത് വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മളുടെ കറി ഇവിടെ നല്ലൊരു തിക്നെസ്സിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് തിക്നെസ് എന്ന് പറയുന്നത്, അതായത് നമ്മളെ പുളിയിഞ്ചിയുടെ ഒക്കെ ഒരു പാകം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം. ശർക്കര ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. നിങ്ങളിപ്പോൾ ശർക്കര അച്ചായിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. അതല്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ ശർക്കര നീര് ഉള്ള കാരണം കൊണ്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ശർക്കര നീര് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും മധുരം കുറച്ചിതിൽ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് വരിക കേട്ടോ. കാരണം ഇത് പുളിയും എരിവും ഒക്കെ ഉള്ളൊരു കറി ആയതുകൊണ്ട് തന്നെ ആ മധുരം കൂടെ ചെല്ലുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുകയും നമ്മളുടെ പുളിയിഞ്ചിയിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്കുള്ളത്. ഇതൊരു പഴയകാല രുചിക്കൂട്ടാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇത് പുറത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ 2-3 ദിവസമൊക്കെ കേടുകൂടാതെ പുറത്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നമുക്കിതൊരു 10 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പം ഞാനിതൊന്ന് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നല്ല പുളിയും മധുരവും എരിവും ഒക്കെ കൂടി ചേർന്ന് വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു പഴയകാല രുചിക്കൂട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.